വിറ്റ്നസ് ടിവിയുടെ പ്രിയ പ്രേക്ഷകർക്ക് ഗാനവരദാനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ദൈവത്തെ ആരാധിക്കുവാൻ മനുഷ്യഹൃദയങ്ങളെ ഒരുക്കുന്ന നിരവധി മനോഹരമായ ഗാനങ്ങൾ നൽകുകയും ഹൃദയം കവരുന്ന കവിതകൾ നമുക്ക് സമ്മാനിക്കുകയും ചെയ്ത മൈക്കിൾ പനച്ചിക്കലച്ചനെ ഗാനവരദാനത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഗാനങ്ങൾക്ക് സഹായിക്കുവാനായി പയസാറിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛാ, എക്കാലത്തെയും ഹിറ്റായിട്ടുള്ള മലയാളികൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം എല്ലാ മലയാളികളുടെയും നാവിൽ വിരിയുന്ന ഒരു ഗാനമാണ് തിരുനാമ കീർത്തനം. ആ പാട്ടിനെ കുറിച്ച് പറയുവാനാണെങ്കിൽ ആത്മീയതയുടെ ഉണർത്തുപാട്ടെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അത്ര മനോഹരമായ ആ ഗാനം, നമുക്കതിൻ്റെ പല്ലവി ഒന്ന് കേൾക്കാം. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥാ, അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥാ, ഈ ജീവിതമെന്തിനു നാഥാ. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥാ, അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥാ, ഈ ജീവിതമെന്തിനു നാഥാ. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ ഈ പാട്ടെന്ന് അറിയാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും. ഈ പാട്ട് അച്ഛന് ഏതൊരവസരത്തിലാണ് ഇത് എഴുതിയത്? ഇത് എഴുതാനുണ്ടായൊരു സാഹചര്യം എന്ന് പറയാമോ? ചില സംഭവങ്ങളും ചില സാഹചര്യങ്ങളൊക്കെ നമ്മൾ പാട്ടിൻ്റെയും കവിതയുടെയൊക്കെ ബീജം ഇട്ടുതരും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ആ സംഭവം ഇതായിരുന്നു. കരിസ്മാറ്റിക് ധ്യാന സമ്പ്രദായം ആരംഭിച്ച ആ കാലത്ത്, പ്രത്യേകിച്ച് 78-79 കാലത്ത്, അത് കഴിഞ്ഞ് പിന്നെ ഞാനൊക്കെ കടന്നു വരുന്നത് 84 മുതലൊക്കെ ഉള്ള കാലത്താണ്. അപ്പം ആരംഭകാലത്ത് എല്ലാവരോടും കൈ തുറന്നു പിടിക്കാനും കൈ ഉയർത്താനും കൈ വീശാനും ഒക്കെ പറയും. പക്ഷേ പലപ്പോഴും ആളുകൾക്ക് അതിനുള്ള ഒരു റെഡിനെസ് അല്ലെങ്കിൽ അതിനുള്ള പരിചയമില്ല. അപ്പം അതുകൊണ്ട് എന്നാ പറഞ്ഞാലും അവർ ഉറക്കെ സ്തുതിക്കുകയോ കൈ കൊട്ടുകയോ കൈ ചലിപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല. അപ്പം അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ആഹ്വാനം ചെയ്തപ്പോൾ നിങ്ങൾ കൈ ഉയർത്തി വീശി കർത്താവിനെ സ്തുതിക്കാൻ പറഞ്ഞേ. അപ്പം അങ്ങനെ നല്ല ആരോഗ്യവാന്മാരൊക്കെ കൈകെട്ടി നിൽക്കുക. അപ്പം ഞാൻ കാണുന്നു അറ്റുപോയ കൈപ്പത്തിയുള്ള ഒരാൾ ആ ഉള്ള കൈകൊണ്ട് കർത്താവിനെ സ്തുതിച്ച് പാടുക, വീശിക്കൊണ്ടേ. എന്നെ വല്ലാതെ സ്പർശിച്ചു. അപ്പോൾ കൈപ്പത്തി ഇല്ലാത്ത ഒരാൾ സാധാരണ ഇതിൽ അറിയണ്ടെന്ന് വിചാരിച്ച് ഒളിച്ചു വെക്കുകയല്ലേ ഉള്ളൂ. പക്ഷെ ആ വ്യക്തി തനിക്കുള്ള കൈപ്പത്തി അല്ലെങ്കിൽ കൈപ്പത്തി പോയതിന് ബാക്കിയുള്ള കൈ ഉയർത്തിക്കൊണ്ട് കർത്താവിനെ സ്തുതിക്കുകയാണ്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, ദൈവമേ, ഇത്രയും ആരോഗ്യന്മാർ, കൈയെല്ലാം ഉള്ളവർ, എല്ലാ അംഗവും പ്രവർത്തിക്കുന്നവർ, ഇതൊന്ന് എടുത്തൊന്ന് വീശി കർത്താവിനെ ആരാധിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇത് പിന്നീട് ഞാൻ തിരിച്ചു വന്നപ്പോഴും ഈ ചിത്രം എൻ്റെ മനസ്സിൽ നിൽക്കുകയാണ്. ഈ ചിന്ത എന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് ഓർത്തു, എന്തുമാത്രം കർത്താവ് കഴിവ് എനിക്ക് തന്നിട്ടുണ്ട്. അതൊന്നും എടുത്ത് പ്രയോഗിക്കാതിരിക്കുമ്പോൾ ഞാനും അതല്ല ചെയ്യുന്നത്. പിന്നീട് ഇത് പാട്ടായിട്ട് വന്നപ്പം എൻ്റെ ഡയറിയിൽ കാണാം പലപ്പോഴും 2 വരിയും 4 വരിയൊക്കെയുള്ള ഒത്തിരി പാട്ടുകൾ എടുക്കും. അപ്പം അങ്ങനെ ഒരു 2 വരി പാട്ടായിട്ട് എൻ്റെ ഡയറിയിൽ ഞാൻ അന്ന് കുറിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി വീശാത്ത കൈ എന്ന് പറയുമ്പോൾ അതിനകത്ത് കവിതയൊന്നുമില്ല. അപ്പോൾ ആ കവിത വരാൻ വേണ്ടി അതിനെ ഒന്ന് പരിഷ്കരിച്ചു. അപ്പം മിണ്ടാതിരിക്കുന്നവരുണ്ടല്ലോ,
ദൈവത്തെ സ്തുതിക്കാൻ പറഞ്ഞാൽ മിണ്ടാൻ പറ്റാതെ മരവിച്ച് നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അതിനെ ഞാനിങ്ങ് എടുത്തു. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവ് എനിക്കെന്തിന് നാഥ, അതിൽ നിന്നാണ് ആ ഈരടികൾ വന്നത്. അതിനുശേഷം പിന്നെ അപദാനം എപ്പോഴും ആലപിച്ചില്ലെങ്കിൽ ഈ ജീവിതം എന്തിന് നാഥ. അത് കഴിഞ്ഞ് പിന്നെ അത് പൂരിപ്പിച്ച് എടുക്കുമായിരുന്നു. പിന്നെ അതിൻ്റെ മേൽ ധ്യാനിച്ചിരുന്നിട്ട് ചിന്തിച്ചാണ് മുന്നോട്ട് പോയത്. അപ്പം ഇതാണ് ആ സാഹചര്യം, ഈ പാട്ട് എഴുതാനുണ്ടായ സാഹചര്യം അതാണ്. പലപ്പോഴും അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ ഈ പാട്ട് പറഞ്ഞാണ്. അച്ഛനെ അറിയാൻ വയ്യാത്തവർക്ക് ഈ പാട്ട് എല്ലാവർക്കും പാട്ട് ഇത്രയും ഹിറ്റാവുമെന്ന് അച്ഛന് വിചാരിച്ചിരുന്നു വെച്ചാൽ? എനിക്ക് എല്ലാവരും ഏറ്റെടുത്തൊരു പാട്ടാണ് ഈ പാട്ട്. 4 വരി എഴുതിയപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇതൊരു നല്ല പാട്ടായിട്ട് വരുമല്ലോ. പിന്നെ ട്യൂണും കൂടെ ഇട്ട് കഴിഞ്ഞ് എനിക്ക് തോന്നി ഇത് ഹിറ്റാകും. പക്ഷെ ഇത്രയും ഹിറ്റാകുമെന്നൊന്നും ഓർത്തില്ല. അതുകൊണ്ടാണ് ആ ആൽബത്തിന് തന്നെ തിരുനാമ കീർത്തനം എന്ന പേര് കൊടുത്തത്. പക്ഷേ പിന്നീട് ഞാൻ മനസ്സിലാക്കിയ ഒരു 42 കാസറ്റുകളെങ്കിലും അല്ലെങ്കിൽ ആൽബങ്ങളെങ്കിലും കീർത്തനം എന്നുള്ള മട്ടിൽ പിന്നീട് പുറത്തിറങ്ങിയതായിട്ട് ഞാൻ കണ്ടു. ഈ പാട്ടിനെ ഉപജീവിച്ച് കുറേ പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ പാട്ടൊരു മൗലികമായ രചനയായിരുന്നുവെന്ന് പലരും എന്നോട് പറഞ്ഞിട്ട് ഉണ്ട്, ഞാൻ അറിയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് രസകരമായ എന്താ കാര്യങ്ങൾ അച്ഛൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ? അത് പലപ്പോഴും സംഭവിക്കുന്നത് പല പാട്ടിനെക്കുറിച്ചുണ്ട്. അതിലൊന്നിതാണ് മാർ വള്ളോപ്പള്ളി പിതാവ്, തലശ്ശേരി രൂപതയുടെ മെത്രാനായിരുന്ന വള്ളോപ്പള്ളി പിതാവ് ഒരു കൊച്ചു സമൂഹത്തിൽ പറഞ്ഞ കാര്യമാണ് ഈ പാട്ടിറങ്ങിയ കാലത്ത്. പിതാവ് പറഞ്ഞു, ഒരു കൊച്ചിനെ ഇത് പാടി പഠിപ്പിച്ചു ഒരു ടീച്ചർ. അപ്പം ടീച്ചർ ഇത് പാടി വന്നപ്പം എന്തോ ഒരു അക്ഷരത്തെറ്റ് വന്നു എന്ന രീതിയിൽ കൊച്ചിനെ പാടി പഠിപ്പിച്ചപ്പോൾ തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ അത് വരുമ്പോൾ പുലരിയിൽ ഭൂപാളം പാടി ഉണർത്തുന്ന എന്നൊരു വരിയുണ്ട്. അതങ്ങനെ ആയിരിക്കില്ല, പുലരിയിൽ ഭൂഗോളം പാടി ഉണർത്തുന്ന എന്നേ ആവുള്ളൂ. അതെന്തോ അക്ഷരപ്പശു വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പാടിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആ കൊച്ചത് പാടി. അത് കേട്ടപ്പം പിതാവ് പിന്നെ പാട്ടെല്ലാം കഴിഞ്ഞപ്പം തിരുത്തി കൊടുത്തെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, പുലരിയിൽ ഭൂപാളം തന്നെയാണ്. ചിലരൊക്കെ ഇത് കേട്ടിട്ട് ഇത് എഴുതിയ കവിക്ക് നല്ല സംഗീത വാസനയും മാത്രമല്ല ഭയങ്കരമായിട്ട് ഗാനങ്ങളെക്കുറിച്ച് മ്യൂസിക്കിനെ കുറിച്ചൊക്കെയുള്ള അറിവുള്ള ആളാന്ന് പറഞ്ഞു. ഞാനൊരു ജനറൽ നോളജിൽ നിന്ന് എഴുതുന്നുള്ളൂ, അല്ലാതെ ഞാൻ മ്യൂസിക്കിലൊന്നും അറിവുള്ള ആളല്ല. കവിതയുള്ളതുകൊണ്ട് പാട്ട് എഴുതുന്നത് മാത്രമേ ഉള്ളൂ. അച്ഛാ, നമുക്കിതിൻ്റെ അനുപല്ലവി ഒന്ന് കേൾക്കാം. പുലരിയിൽ ഭൂപാളം പാടിയുണർത്തുന്ന കിളികളോടൊന്ന് ചേർന്നാർത്ത് പാടാം. പുഴയുടെ സംഗീതം ചിറകേറ്റി എത്തുന്ന കുളിർക്കാറ്റിൽ അലിഞ്ഞ് ഞാൻ പാടാം. മനോഹരമായ കവിതയാണ് ശരിക്കും. ഇതിൻ്റെ പശ്ചാത്തലം, ഞാൻ ഒരിക്കലും ഒരു മലയോര പ്രദേശത്ത്, ഒരു കുടിയേറ്റ പ്രദേശത്ത് വികാരിയായി സേവനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാഞ്ഞിരപ്പുഴ എന്ന് പറയുന്ന ഒരു പ്രദേശമാണത്. പാലക്കയമാണ് ഇടവക. അവിടെ കാട്ടാർ ഒഴുകുന്നുണ്ട്. ഈ കാട്ടാറിൻ്റെ ഒഴുക്കം ഈ കല്ലിലൊക്കെ തട്ടി ചെതറി തെറിച്ച് ഇങ്ങനെയുള്ള ആ ഒഴുക്കുണ്ടല്ലോ, ഭയങ്കര രസമായിട്ട് ഞാൻ ഇങ്ങനെ ഏകാന്തതയിൽ കേട്ടിരിക്കുമായിരുന്നു. പിന്നെ നോക്കുമ്പോൾ കാണുന്നത് ഈ ആറിൻ്റെ അവിടെ നിന്ന് വരുന്ന ഇളം കാറ്റുണ്ടല്ലോ,
അതിങ്ങനെ ഈ ഇലകളെല്ലാം കൂടെ ഇങ്ങനെ 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 ചിറകടിക്കുന്നവർ തോന്നും നമുക്ക്. അവിടെ നോക്കുമ്പോൾ ഇങ്ങനെ ചിറകടിച്ച് വരുന്നവർ തോന്നും. അപ്പോൾ ആ കുളിർമയുള്ള കാറ്റ് നമ്മളെ തഴുകും. ഇതൊക്കെ അന്ന് തന്നെ നമ്മുടെ അനുഭവത്തിൻ്റെ ഭണ്ഡാകാരത്തിൽ അല്ലെങ്കിൽ കലവറയിൽ സൂക്ഷിക്കുമല്ലോ നമ്മൾ. അങ്ങനെ ഈ സൂക്ഷിച്ച സംഗതി ഈ പാട്ടെഴുതാൻ നേരത്തെ അതൊക്കെ കൂടെ ഉപയോഗിച്ചു, പുറത്തെടുത്തു, അല്ലെങ്കിൽ അങ്ങ് പുറത്ത് വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എവിടെയൊക്കെ വെച്ചോ നമ്മൾ അനുഭവിച്ചത് പിന്നീട് പകർത്തുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ ഭാവനയിൽ നിന്ന് ഒന്നും ഉണ്ടാക്കുന്നതല്ല പലപ്പോഴും ഇതിപ്പം. അപ്പം അങ്ങനെ വന്ന വരികളാണ്. ഞാൻ എപ്പോഴും ഒരു കാര്യം ഓർക്കുന്നതാണ്. ഞാനൊരിക്കൽ മാത്യു വിലേന്ദർ സാറുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ അച്ഛന് സാറ് അന്നേരം എന്നോട് പറഞ്ഞു, അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിത ഏതായിരിക്കും? അപ്പം ഞാൻ ഉടനെ പറഞ്ഞു ഞാൻ തിരുനാമകീർത്തനം അല്ലയെന്ന് ഞാൻ പറഞ്ഞു. കാരണം പുള്ളിക്ക് എപ്പോഴും തിരുനാമകീർത്തനം ഒത്തിരി നല്ലതായിട്ട് പറയുന്ന എവിടെയും. പിന്നെ ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നിത്യത തീർക്കുന്ന നിമിഷങ്ങൾ അതിനേക്കാൾ ഇഷ്ടമാണ്. പിന്നെ താരിളമയിൽ മിശിഹ രുധിരം ചൊരിഞ്ഞു എന്നുള്ള അതിനേക്കാൾ ഇഷ്ടമാണ്. അപ്പോൾ സാറ് പറഞ്ഞു ശരിയാണ്, അതൊക്കെ നല്ല കവിതകളൊക്കെയാണ്, പക്ഷേ അച്ഛനറിയത്തില്ല. എന്നോട് പറഞ്ഞ് അച്ഛനൊരു കവിയാണ്, അച്ഛൻ നിരൂപകനല്ല. ഇപ്പം നമ്മൾ പറഞ്ഞ വരിയില്ലേ, പുഴയുടെ സംഗീതം ചിറകേറ്റെത്തുന്ന കുളിർകാറ്റിൽ അലിഞ്ഞ് ഞാൻ പാടാം, ഇതിന് സമാനമായ ഒരു വരി മലയാള സാഹിത്യത്തിലില്ല അച്ഛന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ അച്ഛൻ നമുക്കിതിൻ്റെ ചരണം കൂടി ഒന്ന് കേൾക്കാം. അകലെ ആകാശത്ത് വിരിയുന്ന താരതൻ മിഴികളിൽ നോക്കി ഞാൻ ഉയർന്നു പാടാം, വാനമേഘങ്ങളിൽ ഒടുവിൽ നീ എത്തുമ്പോൾ മാലാഖമാരത്ത് പാടാം. അതിലൂടെ നമ്മൾ വിചാരിച്ചതാണ് സ്തുതിയുടെ ഒരു ജീവിതമാണ് ഒരു ക്രൈസ്തവൻ്റെ ജീവിതം, അല്ലെങ്കിൽ ഈശ്വരവിശ്വാസിയുടെ ജീവിതം. ഈ സ്തുതിപ്പെന്ന് പറയുന്നത് ഈ ഭൂമിയിൽ തുടങ്ങി ഇവിടെ കൊണ്ട് തീരുന്നതല്ല, ഇതിൻ്റെ തുടർച്ചയാണെന്ത്? സ്വർഗത്തിലെ സ്തുതിപ്പ്. സ്വർഗത്തെക്കുറിച്ച് നമ്മുടെ ധാരണ സ്വർഗത്തിൽ നിരന്തരം മാലാഖമാർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ആ സ്തുതിപ്പോട് ചേർന്ന് എല്ലാ വിശുദ്ധരും ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പം സ്തുതികളിൽ വസിക്കുന്ന ദൈവം. അപ്പോൾ സ്തുതിപ്പ് എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ആരംഭിക്കണം. അത് പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും സായാഹ്നത്തിലും വേണം. അതോടൊപ്പം തന്നെ ഈ സ്തുതി പാടിക്കൊണ്ട് വേണം നമ്മൾ സ്വർഗത്തിലേക്ക് പോകാനായിട്ട്. അപ്പോൾ മാലാഖമാർ സ്തുതി പാടിക്കൊണ്ട് വരുന്നു വാനമേഘങ്ങളിൽ. അപ്പോൾ ആ മാലാഖമാരുടെ സ്തുതിപ്പിനോട് ചേർന്ന് സ്തുതിച്ചുകൊണ്ട് വേണം നമ്മൾ പോകാൻ എന്നൊരു ആശയമാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. പക്ഷേ ആ ആശയം ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഈ പാട്ടിൽ വന്നിട്ടുണ്ടെന്നുള്ളത് പിന്നീടുള്ള വ്യാഖ്യാനങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ഉദാഹരണത്തിന് അഭിയന്യ മാർ വാണിക്കിഴക്കൽ പിതാവ് ഈ തിരുനാമകീർത്തനത്തെക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെതായിട്ട് ആ അഭിപ്രായം ഒരു പുസ്തകത്തിൽ അച്ചടിച്ച് വന്നിട്ടുണ്ട്. അത് അദ്ദേഹം മാത്രമല്ല, വേറെ ചിലർ ഇത് പിന്നീട് ഉറപ്പും തോന്നിയെന്ന് പറഞ്ഞു. അതായത് മനുഷ്യജീവിതത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങൾ. പുലരിയിൽ ഭൂപാളം പാടി ഉണർത്തുന്ന കിളികളോടൊത്തിയാൻ പാടി എന്ന് പറയുമ്പോൾ ശൈശവ ബാല്യങ്ങളെയാണ്
സൂചിപ്പിക്കും. അവിടെ സൂചിപ്പിക്കുന്നത്. പിന്നീട് മധ്യാഹ്നത്തിലേക്ക് വരുന്നു. പഴയുടെ സംഗീതം ചെറുകയറ്റിയെത്തുന്ന കുളിർകാറ്റിൽ അലിഞ്ഞെന്നൊക്കെ പറയുമ്പോഴത്തേക്കും യുവത്വവും ആ ഒരു കാലം. പിന്നീട് വാർദ്ധക്യത്തിലേക്ക് നീങ്ങുന്നൊരു കാലമാണ് സായാഹ്നം. അപ്പോൾ അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന കൽപ്പനകളാണ് ഇതിനകത്തുള്ളതെന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അത് ഞാനൊന്നും ചിന്തിച്ച് ചെയ്തതല്ലത്. അതങ്ങനെ കവിതകൾ പലപ്പോഴും അങ്ങനെയാണ്. നമ്മൾ എല്ലാം ഒന്നും അറിഞ്ഞുകൊണ്ടല്ല, നമ്മളത് എഴുതുന്നത് പിന്നീട് വ്യാഖ്യാനിക്കുന്നവർക്കാണത് മനസ്സിലാകുന്നത്. അങ്ങനെ വരുന്ന ഒരാളിങ്ങനെ വ്യാഖ്യാനിച്ച് പറഞ്ഞപ്പോഴേ ഈ വേറൊരു കവിതയെക്കുറിച്ച്, അത് സ്നേഹിച്ച് ഈ കൽക്കരിക്കട്ടെ വൈഡൂര്യമാക്കിയ ദേവുത്ര എന്നൊരു കവിതയിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഈ കവി എത്രമാത്രം ശാസ്ത്രീയ ബോധമുള്ള ആളാണ്. കൽക്കരിക്കട്ടയും കാർബണാണ്, വൈഡൂര്യം കാർബണാണ്, അടിസ്ഥാന സ്വഭാവം ഒന്ന് തന്നെയാണ്. പക്ഷേ കൽക്കരിക്കട്ടയിലുണ്ടായ ഏതോ ഒരു പ്രകൃതി അതിൽ വരുത്തിയ ഒരു മാറ്റം, തപസ്സിരുന്ന് മാറി എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ആ ഖനികളിൽ വൈഡൂര്യം വിളയാറുണ്ട്. അപ്പോൾ രണ്ടും അടിസ്ഥാനപരമായിട്ട് കാർബണാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യപ്രകൃതി അടിസ്ഥാനപരമായിട്ട് ഒന്നാണെങ്കിലും ഈ മനുഷ്യപ്രകൃതിയെ ദൈവസ്നേഹം കൊണ്ട് പയ്യെ സ്പർശിക്കപ്പെട്ട് അത് വൈഡൂര്യം പോലെ ആകുന്നു. പക്ഷെ ഞാനതൊന്നും വിചാരിച്ച് പറഞ്ഞതല്ല. ഞാൻ വിചാരിച്ചത്രേ ഉള്ളൂ, കൽക്കരിക്കട്ട ഒരു അഗ്ലിയാണ്. അതേ കൽക്കരി ഖനിയിൽ തന്നെയാണ് വൈഡൂര്യം ഉണ്ടാകുന്നത്. ഇതിന് അത്ര മനോഹരമായിട്ടിരിക്കുന്നു. ഞാനത് ഉദ്ദേശിച്ചത്, എൻ്റെ സ്വഭാവം, ഞാൻ വീട്ടിൽ നിന്നൊക്കെ വൈദികനാകാനായിട്ട് ഇറങ്ങി വന്നപ്പം, സെമിനാറിലൊക്കെ ചേർന്നപ്പം ഒത്തിരി അപരിഷ്കൃതത്വം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പയ്യെ ദൈവസ്നേഹം കൊണ്ടും അധ്യാപകരുടെയും ഗുരുഫാദർമാരുടെയൊക്കെ ഇടപെടൽ കൊണ്ടൊക്കെ മാറി കുറച്ചുകൂടെ മെച്ചപ്പെട്ട് വന്നു. അത്രയുമേ ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ പിന്നീട് പിന്നീട് പരിശുദ്ധാത്മ അഭിഷേകം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായേ, പഴയ ആളല്ലല്ലോ ഞാനിപ്പോൾ, എന്തൊരു മാറ്റം വന്നിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടുമ്പോൾ ഒരു വ്യക്തിയിലുണ്ടാകുന്ന മാറ്റം, അപ്പോൾ സ്നേഹിച്ച് കൽക്കരിക്കട്ടെ വൈഡൂര്യമാക്കി എന്ന് പറയുന്നത് അത് അവിടെ ശരിയാണ് കുറച്ചുകൂടെ എന്ന് പറഞ്ഞാൽ എഴുതിയപ്പം മനസ്സിലായതല്ല, പിന്നീട് നമ്മളത് എത്തിപ്പെടുന്നതേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഏതായാലും ഈ പാട്ട് എന്നെ വളരെയേറെ ആനന്ദിപ്പിച്ചൊരു പാട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് എൻ്റെ അറിവിലൊരു 12 ഭാഷകളിൽ ഈ പാട്ട് പാട്ടുണ്ടായിട്ടുണ്ട്. എനിക്ക് തമിഴ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മലയാളത്തെക്കാൾ. നന്നായിട്ട്. അതുപോലെ ഞാനൊരിക്കൽ ജർമ്മനി ചെല്ലുമ്പോൾ മലയാളികളുടെ കൂടെ ചെല്ലുമ്പോഴത്തേക്കും അവരെന്നോട് പറഞ്ഞു, ജർമ്മൻകാരായ അയൽക്കാരുണ്ട് അവർക്ക്. അപ്പോൾ ഞങ്ങളുടെ അയൽക്കാരിയുടെ കൊച്ചിന് ഇംഗ്ലീഷ് പാട്ടറിയാമെന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് പാട്ടെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പാട്ടെന്നാണ്. അത് അച്ഛനെ ഒന്ന് പാടി കേൾപ്പിക്കണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട്. കാരണം ജർമ്മൻ കൊച്ച് ഇന്ത്യൻ പാട്ട് പാടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കേൾക്കണം, സന്തോഷമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കൊച്ചിനെ കൊണ്ടുവന്നിട്ട് ആ കൊച്ചിങ്ങനെ നിന്ന് പാടി നാമ കീർത്തനം പാടുവാനില്ലെങ്കിൽ ആ പാട്ടാ പാടി. ഓർത്ത് നോക്കി, എനിക്ക് ആ സമയത്ത് ഉണ്ടാകാവുന്ന ഒരു സന്തോഷം എത്ര വലുതാണ്. അങ്ങനെ പല സ്ഥലത്ത് ഇത് പാടി കേൾക്കുമ്പോഴേക്കും ആദ്യകാലത്ത് ഒത്തിരി നമ്മളെ സന്തോഷിപ്പിക്കും. കാരണം നമ്മൾ ചെയ്തൊരു കാര്യം ഇത്രയും ആളുകളിലേക്ക് അത് പോയല്ലോ, ആളുകളെ അത് ആനന്ദിപ്പിച്ചല്ലോ എന്നൊക്കെയുള്ള ചിന്ത. പിന്നെ ഇപ്പോൾ വന്നു ഇപ്പോഴൊക്കെ ചിന്ത പാട്ടല്ലേ, അത് എല്ലാവരുടേതുമാണ്. അതുകൊണ്ട് എൻ്റെ പാട്ടിൻ്റെ കീഴിൽ വേറെ ആളുടെ പേര് ഇത് വെച്ചാലിപ്പോൾ ഒന്നും തോന്നാറില്ല. പൊതു സ്വത്തല്ലേ, അതാ ദൈവം മഹത്വപ്പെടണമെന്നല്ലാതെ ആര് വഴി മഹത്വപ്പെടണം എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ലല്ലോ എന്നുള്ളൊരു ചിന്തയാണ് ഇപ്പോൾ. ഇന്ന് നമുക്ക് അച്ഛനിലൂടെ ലഭിച്ച സന്ദേശം, കർത്താവിൻ്റെ അവദാനങ്ങളെ എന്നും പാടിപ്പുകഴ്ത്തുവാനും സ്തുതിയുടെ ഒരു ജീവിതം നമ്മളെ സുഹൃതമാക്കുമെന്നും, ഇവിടെ തുടങ്ങേണ്ട ഈ സ്തുതിയുടെ ജീവിതം വാനമേഘങ്ങളിലെത്തുന്ന മാലാഖമാരോടൊപ്പം സ്വർഗത്തിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങട്ടെ എന്ന് നമുക്ക് ഈ സന്ദേശം തന്ന അച്ഛന് നന്ദി. ഗാന അവതരണത്തിന് സഹായിച്ച പയസ് സാറിനും
നന്ദി. ഗാനവരദാനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു ഗാനത്തിൻ്റെ വിശേഷമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.